ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മുടെ അരി ക്ലാസ് 5 ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ ചെയിൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതെന്ന്. പല ആൾക്കാരും അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. പക്ഷേ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മുടെ സാധാ ചെയിൻ സ്റ്റിച്ച് അറിഞ്ഞിരുന്നാൽ മതി, നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ സ്റ്റോൺ ചെയിൻ, ഇത് ഞാൻ ഇപ്പോൾ സിൽവറിൻ്റെ സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗോൾഡ് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള കല്ലുകളുള്ള സ്റ്റോൺ ചെയിനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ എന്തായാലും നമ്മുടെ ജെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ സീയിങ് ത്രെഡിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ നെക്കിലൊക്കെ കൊടുക്കുമ്പോൾ സാധാ സീയിങ് ത്രെഡിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. എന്താ അതുപോലെ വെച്ച ശേഷം ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? ഫസ്റ്റ് ലെയറിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ആ സൈഡിൽ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ ഗ്യാപ്പ്? ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റിച്ച്, അതായത് ഒരു ചെയിന് എടുക്കുന്നു. കണ്ടോ ആ ഗ്യാപ്പ്? അവിടെ നിന്ന് ഒരു ചെയിൻ എടുത്ത ശേഷം കണ്ടോ ആ ഗ്യാപ്പിലൂടെ മറുവശത്ത് സ്റ്റിച്ച് കൊടുക്കുന്നു. കണ്ടോ? ശേഷം നമ്മൾ അടുത്ത ഗ്യാപ്പിലേക്ക് അടുത്ത ഗ്യാപ്പിൻ്റെ ആ സ്ഥലത്ത് താഴേക്ക് സ്റ്റിച്ച് കൊടുക്കുന്നു. കണ്ടോ? അത് കഴിഞ്ഞ് ആ ഗ്യാപ്പിനകത്തുകൂടി ഓപ്പോസിറ്റ് സൈഡ് വരുന്നു. കണ്ടോ? ഗ്യാപ്പിനകത്തുകൂടി കണ്ടോ ഇതുപോലെ കണ്ടോ ഓപ്പോസിറ്റ് സൈഡ് വരുന്നു. ഇനി നേരെ അത് അടുത്ത് താഴെ ഗ്യാപ്പിൻ്റെ അവിടെ സ്റ്റിച്ച് കൊടുക്കും. കണ്ടോ? അത് കഴിഞ്ഞ് വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് വരും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ സ്റ്റോൺ ചെയിൻ എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഏതൊരു കാര്യമായാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ പോരായ്മകളൊക്കെ അതിലുണ്ടാകും. അത് പിന്നെ നമ്മുടെ പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യും, അതെല്ലാം മാറിക്കിട്ടും. കണ്ടോ? ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് കൊടുക്കുന്നു. താഴേക്കൊരു സ്റ്റിച്ച്, അടുത്ത ഓപ്പോസിറ്റ് സൈഡ് ഒരു സ്റ്റിച്ച്, വീണ്ടും താഴെ ഒരു സ്റ്റിച്ച്, വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച്, അങ്ങനെ മാറി മാറി ചെയ്തെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോൺ ചെയിൻ ചെയ്യുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചെയ്തതിന് ശേഷം ഒരു പെറ്റലും കൂടെ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതേ ഷേപ്പ് അനുസരിച്ച് അങ്ങനെ നമുക്കിനി വേണമെങ്കിൽ ഒരു ബ്ലൗസൊക്കെ സിമ്പിളായിട്ടുള്ള ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് പഠിച്ചു. നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് വലിയ സൈസുള്ള ബീഡ്സും ഷുഗർ ബീഡ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അതേ രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ സ്റ്റോൺ ചെയിനും സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇത്രയും മതി നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ നെക്കൊക്കെ നമുക്ക് ചെയ്യാൻ പ്രാപ്തരായി. ഇപ്പോൾ ഈ ഷേപ്പിലൂടെ നമുക്ക് എങ്ങനെയാണ് സ്റ്റോൺ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം താഴ്ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. കണ്ടോ? ഇതുപോലെ അതിൻ്റെ അതേ കറക്റ്റ് ലെവലിന് വെച്ച ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് തൊട്ട് തുടങ്ങുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഈ കാണുന്നത് പോലെ തന്നെ കണ്ടോ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നേരെ ഇവിടെ പോകുന്നു. അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുന്നു. വീണ്ടും താഴേക്കൊരു സ്റ്റിച്ച് കൊടുക്കുന്നു. വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് കൊടുക്കുന്നു. ആദ്യമൊക്കെ നമുക്കിത് പിടിച്ചാൽ കിട്ടില്ല, ഇങ്ങനെ നീണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. നമുക്കത് ക്രമേണ ശരിയായി ആദ്യമൊക്കെ നിങ്ങൾക്ക് ചെറിയ പാടായിട്ടൊക്കെ തോന്നും. നമുക്കത് മുന്നോട്ട് പോകും തോറും ഇതെല്ലാം ശരിയായി വരും. അപ്പോഴത്തേക്ക് ഇതുപോലെ കണ്ടോ അതേ ഷേപ്പ് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് ഫ്ലെക്സിബിളായിട്ട് ഏത് ഷേപ്പിനനുസരിച്ചും ഇത് നല്ല രീതിയിൽ തന്നെ വന്നോളും. കണ്ടോ? അപ്പം നമുക്ക് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ മാറി മാറി ഓപ്പോസിറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കണ്ടോ? ഇതേ ഷേപ്പിനങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചും സ്റ്റോൺ ചെയിനും ഷുഗർ ബീഡ്സും വേണമെങ്കിൽ ഗോൾഡൻ കളർ ബീഡ്സും കൂടെ ഉപയോഗിച്ചുള്ള ഒരു ചെറിയൊരു നെക്ക് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം
ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായമോ വേറെ ഏതെങ്കിലും സ്റ്റിച്ച് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.